കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ബണ്ണിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ബണ്ണ് എന്ത് ടൈപ്പ് ബണ്ണാണെന്ന് അറിയുമോ എന്ന് ചോദിച്ചിട്ട് ചിലർ കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ കറക്റ്റ് ഉത്തരം ആരും പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ ആ ബണ്ണിൻ്റെ പേര് ഞാൻ തന്നെ പറയാം. അതിൻ്റെ പേര് സൊബോറോ ബണ്ണെന്നാണ്. അതിന് ഒന്നെങ്കിൽ സോസ് ഒഴിച്ചും ഇല്ലാന്നുണ്ടെങ്കിൽ ആ സോസ് തന്നെ ഫില്ലിംഗ് ആയി കൊടുത്തും കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. എപ്പോഴെങ്കിലും അത് കഴിക്കാനുള്ള ഒരു ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അത്രയ്ക്കും നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. അതായത് ആ ബണ്ണിനുണ്ടല്ലോ അത്രയും ഓവർ സ്വീറ്റ്നെസ്സും അല്ല, ഒരു കുത്തണ ടേസ്റ്റും ഒന്നുമല്ല. പക്ഷെ ഒരു മൈൽഡ് ടേസ്റ്റാണ്. ഞങ്ങൾ നോർമലി ബണ്ണ് കഴിക്കുന്ന ആ ഒരു ഫീലൊന്നുമല്ല. ഒരു പ്രത്യേക ഒരു വേറെ ടെക്സ്ചറാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ എടുത്തു പറഞ്ഞത്. അപ്പോൾ സൊബോറോ ബണ്ണ് കഴിച്ചവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് വന്നിട്ട് എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് പോയി ട്രൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് വന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, മറക്കരുത്. പിന്നെ ആർക്കെങ്കിലും അതിൻ്റെ റെസിപ്പി വേണമെന്നുള്ളവർ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. എൻ്റെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റയിലും ഒക്കെ ഞങ്ങളുടെ ഫാമിലി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 1K എങ്കിലും എത്തുമ്പോൾ ഞാൻ റെസിപ്പിയുടെ വീഡിയോസ് ഇട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും ഞങ്ങൾക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അങ്ങ് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒന്ന് കാത്തിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 2 കേക്കാണ് കേട്ടോ കാണിക്കുന്നത്. ഈ 2 കേക്കും ഒരേ ഫാമിലിയിലേക്ക് 2 സിബ്ലിങ്സിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി കൊണ്ടുപോയതാണ്. അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ട് ഒരു 1.5 kg റെയിൻബോ കേക്കാണ്. 7 ഇഞ്ച് പാനിലാണ് കേട്ടോ ഞാൻ ബേക്ക് ചെയ്തെടുത്തത്. അതുകൊണ്ടാണ്. പിന്നെ റെയിൻബോ കേക്ക് ആയതുകൊണ്ട് തന്നെ 6 ലേയേഴ്സ് ആയിട്ട് ഞങ്ങൾക്ക് വെക്കുമ്പോൾ ഇത്രയും ഹൈറ്റ് കിട്ടും എങ്ങനെ വന്നാലും. അപ്പോൾ അതാണ് ആ കേക്ക് അത്രയും ഹൈറ്റ് ഉള്ളത്. പിന്നെ എഡിബിൾ പ്രിൻ്റാണ് കേട്ടോ 2 കേക്ക്സിലും വെച്ചിരിക്കുന്നത്. ഒരെണ്ണം റൗണ്ടും പിന്നെ സെക്കൻഡ് വൺ ഹാർട്ട് ഷേപ്പിലുമാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ റെയിൻബോ കേക്കിൻ്റെ റിക്വയർമെൻറ്റ് ജസ്റ്റ് ഇത്രേ ഉണ്ടായുള്ളൂ. അതായത് കുറച്ച് എഡിബിൾ ഹാർട്ട്സ്, ഈ റെയിൻബോ കളേഴ്സിൻ്റെ തന്നെ ഹാർട്ട്സ് വെക്കണം എന്നുള്ളത്. അപ്പോൾ അത് ഫോണ്ടൻ്റ് കൊണ്ട് ജസ്റ്റ് കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ ആ ഹാർട്ട്സ് ഒക്കെ ചെയ്തെടുത്തത്. പിന്നെ സെക്കൻഡ് വണ്ണിന് അവരൊരു ഡിസൈൻ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരു ഫോൾട്ട് ലൈൻ ഡിസൈനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു പിങ്ക് കളറിലാണ്, പിങ്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിലാണ് ആ കേക്കിൻ്റെ സ്ട്രക്ചർ ഉള്ളത്. അത് ആ സെയിം മോഡലിൽ തന്നെ പിന്നെ അതേപോലെ കുറച്ച് ബീഡ്സും ഒക്കെ ഇട്ടിട്ട് ആ ഫൈനൽ ലുക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫോക്സ് ബോൾസും വെക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആ കുഞ്ഞു മാവിക്ക് ആ ഫോക്സ് ബോൾസ് ഒക്കെ ഒത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എല്ലാം വെച്ചിട്ട് അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് തന്നെ ആ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു സന്തോഷവർത്താനം കൂടി നിങ്ങളോട് പങ്കുവയ്ക്കാനുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം ഞാൻ ലൈച്ചിയുടെ ഒരു കേക്കിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഇൻസ്റ്റയിൽ 1.4 മില്യൺ വ്യൂസ് കിട്ടി കേട്ടോ. ഒത്തിരി സന്തോഷമുണ്ട്. അത് കണ്ട് അതിൻ്റെ അഭിപ്രായം പറയുന്ന എല്ലാവരോടും ഒത്തിരി സന്തോഷം. സത്യം പറയാലോ എൻ്റെ ആദ്യത്തെ ഒരു വീഡിയോ ആണ് അത്രയും വ്യൂസ് കിട്ടിയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ സന്തോഷം നിങ്ങളുമായിട്ട് തന്നെ ഒന്ന് പങ്കുവയ്ക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ഒന്ന് ലൈക്ക്, ഷെയർ, കമൻറ്റ്, ഫോളോ. താങ്ക്